ഹലോ ഫ്രണ്ട്സ്, മദർ മത്സരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ തുടരും വെറും 2 ദിവസങ്ങളിലൂടെ മാത്രം. ഇന്ന് 23 25 രാവിലെ 10 മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ലാലേട്ടൻ ദർശനം 2 ദിവസത്തിനുള്ളിൽ തന്നെ. അപ്പോൾ തുടരും സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമുക്കറിയാം, ലാലേട്ടൻ്റെ 2025 ആദ്യത്തെ സിനിമയായിരുന്നു എമ്പുരാൻ. ഏകദേശം 300 കോടിയൊക്കെ അടിച്ചിങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴാണ് നമുക്ക് തുടരും എന്ന് പറയുന്ന സിനിമ റിലീസ് എത്താൻ പോകുന്നത്. അപ്പോൾ തരുൺ മൂർത്തിയാണ് പടം സംവിധാനം ചെയ്യുന്നത്, എം രഞ്ജിത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ശോഭനയാണ് നായികയായിട്ടിരിക്കുന്നത്. അപ്പം ലാലേട്ടൻ ശോഭന ആ ഒരു കോംബോ നമുക്ക് ഇതിനകത്ത് നമുക്കറിയാം, ലെജൻഡ് കോംബോസ് ആണ് ഇവർ രണ്ടുപേരും. ലാലേട്ടൻ ശോഭന, നമുക്ക് നാടോടിക്കാറ്റ്, ഇതുപോലെ ഒത്തിരി ചിത്രങ്ങൾ, മിന്നാരം, അങ്ങനെയൊക്കെ ഒത്തിരി നല്ല നല്ല ചിത്രങ്ങളിൽ ഒന്നിച്ച പേരാണ്. അപ്പോൾ അവർ വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമ കാണാൻ ഒരു ഫസ്റ്റ് ഒരു കാരണമായി. പിന്നെ ഒരു ഫാൻ ബോയ് സംഭവം തരുൺ മൂർത്തി, പിന്നെ ഇതിൻ്റെ ട്രെയിലറും പിന്നെ സോങ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സോങ്സൊക്കെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ആരാധകരും മറ്റ് സിനിമാ പ്രേമികളും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ് തുടരും. അപ്പോൾ നമുക്ക് എമ്പുരാൻ ലാലേട്ടൻ്റെ 300 കോടി അടിച്ചു, ഏകദേശം 100 കോടി കേരളത്തിൽ കളക്ട് ചെയ്യാൻ ഇങ്ങനെ വക്കത്ത് നിൽക്കുവാണ്. അപ്പോൾ ഏത് നിമിഷം ആ ഒരു 100 കോടി നമുക്ക് ഒഫീഷ്യൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു തുടരും വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് സിനിമകൾ വന്നപ്പോഴും എമ്പുരാനെ അതൊന്നും ബാധിച്ചിട്ടില്ല. അപ്പോൾ ഈ തുടരും റിലീസ് ചെയ്യുമ്പോഴും എമ്പുരാൻ അവിടെ ഷോസ് പലയിടത്തും കളിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ എമ്പുരാൻ ഈ ഒരു ഓളത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത ചിത്രമായ തുടരും 100 കോടി അടിക്കുമോ എന്നുള്ളൊരിതാണ്. നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ ചില പ്രതീക്ഷകൾ പറയുകയാണ്. നമ്മൾ പറഞ്ഞ പ്രതീക്ഷകളൊന്നും തെറ്റിയിട്ടില്ല ഇതുവരെ. നമ്മൾ എമ്പുരാൻ ഇറങ്ങി 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 100 കോടി അടിക്കും, 50 കോടി അടിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതെല്ലാം അതുപോലെ തന്നെ നടന്നു. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രവചനം മാത്രമാണ്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ നായകനായിരുന്ന തുടരും സിനിമ എന്തായാലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് 100 കോടി ഉറപ്പ് എന്ന് നമുക്ക് പറയാം. വേൾഡ് വൈഡ് 100 കോടി ഉറപ്പ് എന്നുള്ളത് പറയാം. കാരണം നമ്മുടെ ലാലേട്ടൻ്റെ സ്റ്റാർഡം ഇപ്പോൾ അത്ര ലെവല് കത്തി നിൽക്കുന്ന സമയമാണ്. ഒരു പാൻ ഇന്ത്യൻ നായകനാണ്, നമ്മുടെ താരരാജാവാണ്, കംപ്ലീറ്റ് ആക്ടറാണ്. ലാലേട്ടനെ പറ്റി പറയാൻ വാക്കുകളില്ല. അപ്പം ഈ തുടരും സിനിമ എല്ലാ ഭാഷകളിലും, അതായത് നമുക്ക് റീമേക്കുകൾ പ്രതീക്ഷിക്കാം. കാരണം നമുക്കറിയാം, ദൃശ്യം പോലത്തെ ഒരു സിനിമ ആയിരിക്കും തുടരും എന്ന് പറഞ്ഞാൽ അതേ സെയിം പാറ്റേണിലുള്ള ഒരു ത്രില്ലിങ് അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലർ മൂവി ആയിരിക്കത്തില്ല. എന്നാൽ നല്ലൊരു നാടൻ രീതിയിലുള്ള നമുക്ക് എല്ലാ ഭാഷകളിലും റീമേക്ക് ചെയ്യാൻ പറ്റിയ സിനിമയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും സിനിമ 2 ദിവസത്തിനുള്ളിൽ വരും, നമുക്കപ്പോൾ കണ്ടിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ. അപ്പം ആ ഒരു ലെവല് പടമായിരിക്കും. അപ്പോൾ അത് 100 കോടി കയറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം കയറും, അതാണ് നമ്മുടെ സ്റ്റാർഡം ലാലേട്ടൻ്റെ. അപ്പം നമുക്ക് 25 തുടരും സിനിമ തിയേറ്ററിൽ എത്തുകയാണ്. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. അപ്പം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു പടമായിരിക്കും തുടരും എന്നുള്ള ഉറപ്പാണ്. അപ്പം എന്തായാലും തുടരും ഇങ്ങെത്തി. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഏതാനും മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ 2 ദിവസമുണ്ട്. അപ്പം നമുക്ക് എന്തായാലും കാത്തിരിക്കാം തുടരും സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് 100 കോടി അടിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. 100 കോടി അടിക്കണം. നമ്മുടെ മലയാള ഇൻഡസ്ട്രി സിനിമ ഇനിയും വളരണം. പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട സിനിമകളാണ് മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ തുടരും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഫസ്റ്റ് ഷോ കാണുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ എന്തായാലും വെയിറ്റിംഗ് ആണ് തുടരുന്നു വേണ്ടി. നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട് പടം കണ്ടിട്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ്, റിവ്യൂസ്, റിയാക്ഷൻസ് ഒക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.